CPIM ഭയപ്പെടുത്തുകയാണ് ലക്ഷ്യമെങ്കിൽ പുല്ലാണ് ഞങ്ങൾക്ക് ഈ നീക്കങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. എന്തധികാരം ഉപയോഗിച്ചാണ് ED ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളുടെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നത്? എന്ത് അധികാരമാണ് നിയമപരമായിട്ട് EDക്കുള്ളത്? CPIM തകർക്കുകയാണ് ലക്ഷ്യമെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ഈ കേരളത്തിൽ ജനലക്ഷങ്ങൾ അണിനിരന്ന് അതിന് നേരിടും എന്ന് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. പിണറായി വിജയൻ CPIM നേതാവായതുകൊണ്ടാണ് ഈ വേട്ടയാട്. 51 കൊല്ലം മുമ്പ് ഇതുപോലെ ഒരു ജൂൺ മാസത്തിലായിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് പിണറായി വിജയനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ കൊണ്ടുപോയി. മുഖം കാണിക്കാൻ ധൈര്യമില്ലാത്ത പോലീസുകാർ മുഖം മറച്ച് ലോക്കപ്പിലിട്ട് ദിവസങ്ങളോളം മർദ്ദിച്ചത്. അതിനെയൊക്കെ അതിജീവിച്ച് CPIM നേതാവായി കേരളത്തിലെ ജനങ്ങളുടെ നേതാവായി മാറിയ പിണറായിയെയും CPIM തകർക്കാനാണ് ലക്ഷ്യമെങ്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങും, അതിന് നേരിടും. CPIM തകർക്കാൻ ഒരു ശക്തിയെയും കേരളത്തിൽ അനുവദിക്കാൻ പോകുന്നില്ല. CPIM എടുക്കുന്ന മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ ഇപ്പോൾ സംഘപരിവാർ ശക്തികളെ വെട്ടിലാക്കുന്നു, അവരെ അതിൽ അസൂയാലുക്കളാക്കുന്നു, അവരെ അസ്വസ്ഥരാക്കുന്നു എന്നതാണ് ഇതിന്റെ കാരണം. ഇത് ജനങ്ങളെ അണിനിരത്തി ഞങ്ങൾ നേരിടും, നിയമപരമായി നേരിടും, രാഷ്ട്രീയമായി നേരിടും. CPIM തകർക്കാൻ കേരളത്തിൽ ജനങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല. ജനങ്ങൾ തെരുവിലിറങ്ങി ഇതിനെ നേരിടും. ഇത് വലിയ രാഷ്ട്രീയമായ നീക്കവും ഗൂഢാലോചനയുടെ ഭാഗവുമായിട്ടുള്ള നീക്കമാണ്. ഈ നീക്കത്തെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇനി ഈ വിധത്തിലുള്ള നീക്കങ്ങളുമായി മുമ്പിലേക്ക് വന്നാൽ ജനങ്ങളെ അണിനിരത്തി നേരിടാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി നേരിട്ടതാണ് അടിയന്തരാവസ്ഥയെ. അടിയന്തരാവസ്ഥ അതിജീവിച്ച പ്രസ്ഥാനമാണ് CPIM. അതുകൊണ്ട് ഇതിനെയൊക്കെ ഞങ്ങൾ നിഷ്പ്രയാസം നേരിടും. ഞങ്ങൾക്ക് ഇതിലൊന്നും ഒരു വിധത്തിലുള്ള ഭയവുമില്ല എന്ന് ഈ ശക്തികൾ മനസ്സിലാക്കണം. CPIM ഭയപ്പെടുത്തുകയാണ് ലക്ഷ്യമെങ്കിൽ പുല്ലാണ് ഞങ്ങൾക്ക് ഈ നീക്കങ്ങൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഇതിലും വലിയ അടിച്ചമർത്തൽ നേരിട്ട് വളർന്നു വന്നതാണ് CPIM. CPIM നേതാക്കളെ ഇവർ ലക്ഷ്യമെക്കുന്നത് നേതാക്കളെ തകർത്താലേ CPIM തകർക്കാൻ പറ്റൂ എന്നാണ്. അത് നടക്കാൻ പോകുന്നില്ല ഈ കേരളത്തിൽ എന്നുള്ളത് ഈ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ മനസ്സിലാവും. ഞങ്ങൾ ജനങ്ങളെ അണിനിരത്തി രാഷ്ട്രീയമായി നിയമപരമായി ഇതിനെ നേരിടും. നിങ്ങളും ഈ ഗൂഢനീക്കത്തിനെതിരെ രംഗത്ത് വരണം. അല്ല, അതിൽ CPM അതിലൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. വീണയ്ക്കല്ലേ സമൻസ്. അത് വീണ അതൊക്കെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയും കഴിവുള്ള ഒരു ലേഡിയാണ്. അവരത് നോക്കിക്കോളൂ, അവരുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കും. അതിൽ CPM ഒരു അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യം ഇപ്പം ഇല്ല. അന്ന് നിങ്ങളുടെ ചാനലിലൊക്കെ വീണയുടെ വീട് റെയ്ഡ് ചെയ്തതാണോ കൊടുത്തത്, അതോ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്തതാണോ നിങ്ങൾ വാർത്ത കൊടുത്തത്? എങ്ങനെ നിങ്ങൾ വാർത്ത കൊടുത്തത്? അല്ല, ഏതാ വീണയുടെ വീട് റെയ്ഡ് ചെയ്യുന്നതാണോ നിങ്ങൾ വാർത്ത കൊടുത്തത്? അതായിക്കോട്ടെ, നിങ്ങൾ വാർത്ത എങ്ങനെയാ കൊടുത്തത്? പിണറായി വിജയന്റെ മകളുടെ വീട് റെയ്ഡ് ചെയ്യുന്നതാണോ കൊടുത്തത്, അതോ പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്യുന്നോ? പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്യുന്നതല്ലേ നിങ്ങൾ വാർത്ത കൊടുത്തത്? അങ്ങനെയല്ലേ നിങ്ങൾ വാർത്ത കൊടുത്തത്? അതെന്തോ ആയിക്കോട്ടെ, നിങ്ങൾ അന്ന് വാർത്ത കൊടുത്ത് പിണറായിയുടെ വീട് റെയ്ഡ് ED പിണറായിയുടെ വീട്ടിൽ കേസെന്തോ ആവട്ടെ, നിങ്ങൾ വാർത്ത കൊടുത്താൽ ഞാൻ ചോദിക്കുന്നത്. അത് വേറെ പ്രശ്നം. നിങ്ങൾ പിണറായിയുടെ വീട്ടിൽ ED കയറി റെയ്ഡ് ചെയ്യുന്ന വാർത്ത കൊടുത്തത്. അല്ല, പിണറായിയെ ലക്ഷ്യം വെച്ച് തന്നെ ആയിരുന്നു. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ ചെറുത്തത്. അല്ല, ഇപ്പോ വീണയ്ക്ക് ED സമൻസ് കൊടുത്തിട്ടുണ്ട്. വീണ അത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ നല്ല പ്രാപ്തിയുള്ള ഒരു ലേഡിയാണ്. അവരത് ചെയ്തോളും. പിണറായിക്കെതിരെ ലക്ഷ്യം വെക്കുന്നത് CPM ലക്ഷ്യം വെക്കൽ തന്നെയാണ്. അതിലെന്താ സംശയം? പിണറായിയെ ലക്ഷ്യം വെക്കുന്നത് CPM തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല, ജനങ്ങൾ ചെറുക്കും. CPM തകർക്കാൻ ഒരു ശക്തിയെ അനുവദിക്കാൻ പോകുന്നില്ല. സമൻസ് വീണയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വീണ അതിന് നിയമപരമായിട്ടുള്ള മറുപടി കൊടുക്കുക. ആ നിയമപരമായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വീണ അത് ചെയ്തോളും. വീണയ്ക്ക് അതിനൊക്കെയുള്ള പ്രാപ്തി ഉണ്ടല്ലോ. പാർട്ടിക്ക് അതിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ലല്ലോ. വീണയ്ക്കല്ലേ സമൻസ്. വീണ നോക്കും നിയമപരമായിട്ട്. അങ്ങനെ ആയി വരട്ടെ, അപ്പൊ നോക്കാം. പിണറായിയെ ലക്ഷ്യം വെക്കുന്നത് CPM ലക്ഷ്യം വെക്കുന്നത് തുല്യ. അത് ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഞങ്ങളല്ല, ജനങ്ങൾ സമ്മതിക്കില്ല. വീണയ്ക്ക് സമൻസ് കൊടുത്തത് നിയമപരമായിട്ട് വീണ കൈകാര്യം ചെയ്തോളും. അതിപ്പോ നമ്മളാരും അതിൽ വ്യാകുലപ്പെടേണ്ട ഒരു ആവശ്യമില്ല.